അപ്പോൾ നമുക്ക് അടുത്ത ദിവസം രാവിലെ വെളുത്ത് പുലർന്ന് പിളർന്നിരിക്കുകയാണ്. അതെ, അങ്ങനെ നമ്മൾ പിളർന്നിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ റൂം വെക്കേറ്റ് ചെയ്ത് ഫ്രഷ് ആയി റെഡിയായി ഇന്നത്തെ ഔട്ട്ഫിറ്റൊക്കെ എല്ലാം ഇട്ട്, ഇന്നത്തെ അല്ല കഴിഞ്ഞ ഔട്ട്ഫിറ്റ് തന്നെയാണ്, അതൊക്കെ ഇട്ട് നമ്മൾ ഇറങ്ങിയിരിക്കുകയാണ്. അപ്പോൾ നമ്മളെല്ലാവരും റൂംസ് വെക്കേറ്റ് ചെയ്ത് ഇറങ്ങുകയാണ്. ഇനി ബാഗ് ഇവിടെ വെച്ചിട്ട് നമ്മൾ ഇന്നത്തെ രണ്ടാമത്തെ ദിവസത്തെ പരിപാടികളായി പുറത്തേക്ക് ഇറങ്ങണം. ഹലോ ഗായ്സ്, ബൈ ഗായ്സ്. അപ്പോൾ നമുക്ക് പ്രോപ്പർട്ടിയുടെ ആൾ വന്നിരിക്കുകയാണ്. നമ്മൾ ബാഗ് ഇവിടെ വെച്ചിട്ട് നമ്മൾ അടുത്ത ഡെസ്റ്റിനേഷൻസിലേക്ക് പോകും. പോട്ടെ. അപ്പോൾ നമ്മൾ ഇന്നലെ ഫുഡ് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് പുറത്തുള്ള ഫ്രണ്ട്സ് കഫേയിലാണ് ഇന്ന് കയറുന്നത്. Cool, said Jack. That's me, Mr. Cool, said Mr. Cool. Cool, repeated Jack. Akhil with chicken pox and Mr. Cool. Mr. Cool. Blur shot in through the open window. It looped the loop around the light in the... Masala dosa. Thank you. Thank you so much. Set. Very tasty. Is that sustainability or what? ചമ്മന്തി എങ്ങാനും കണ്ണിൽ തെറിച്ച നീറോടെ കണ്ണാടി വെച്ച് കഴിഞ്ഞാൽ ജാടയോ അഹങ്കാരമോ ഒന്നുമല്ല. അപ്പോൾ നമ്മൾ ഇവിടുന്ന് ഫുഡ് കഴിച്ച് ഇറങ്ങുവാണ്. നല്ല ഫുഡ്, നല്ല അഫോർഡബിൾ ഫുഡ്, നല്ല ടേസ്റ്റി ഫുഡ്, കുറേ വെറൈറ്റീസ് ഉണ്ട്, കൊള്ളാം. അപ്പോൾ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് മുന്നോട്ട് നീങ്ങുകയാണ്. ആദ്യം നമുക്ക് പെട്രോൾ അടിക്കാം. അപ്പോൾ നമ്മളിപ്പോൾ കടന്നു പോകുന്നത് ഗോകർണ ഫിഷ് മാർക്കറ്റിലൂടെയാണ്. അപ്പോൾ ഇവിടെ അയലമത്ത, ചൂര, കേര, കണവ, കിളിമി, കൂരി, കരിമീൻ, മറ്റ, വാള്, പ്രാള്, ഐക്കൂറ, നെത്തോലി തുടങ്ങിയ എല്ലാ മീനുകളും നമ്മുടെ ഈ മാർക്കറ്റിൽ കിട്ടുമെന്നാണ് നമുക്ക് തോന്നുന്നത്. പക്ഷെ നമുക്ക് ഉറപ്പൊന്നുമില്ല. മീൻ മാർക്കറ്റ് ആകുമ്പോൾ ഇതൊക്കെ വേണമല്ലോ. അപ്പോൾ നമ്മൾ പെട്രോൾ അടിച്ചിട്ട് നേരെ അടുത്ത ബീച്ചുകൾ ലക്ഷ്യമാക്കി നമ്മൾ പോവുകയാണ്. ഇന്നലെ നമുക്ക് ഒരു ബീച്ച്, ബാക്കി എല്ലാ ബീച്ചും നമ്മൾ കാണുകയും കയറി അങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ട്. ഒരു ബീച്ച് നമുക്ക് അങ്ങനെ കിട്ടിയിട്ടില്ല, അതാണ് കുടിലെ ബീച്ച്. അപ്പോൾ നമുക്ക് കുടിലെ ബീച്ച് പോകണം. അതിനു മുമ്പ് ജസ്റ്റ് ഒന്ന് പാരഡൈസ് ബീച്ചിൽ കൂടെ കയറാം. പാരഡൈസ് ബീച്ച് നമ്മൾ ബോട്ടിൽ പോയപ്പോൾ ജസ്റ്റ് കണ്ടേ ഉള്ളൂ. അപ്പോൾ ഇന്നലെ നമ്മൾ ഈ വഴിയാണ് അങ്ങോട്ട് പോയത്. കുത്തനെ ഉള്ളൊരു കയറ്റമാണ്. വണ്ടി ഇന്നലെ വലിക്കുന്നില്ലായിരുന്നു. ഇന്ന് നമുക്ക് നോക്കാം എങ്ങനെയായിരിക്കും. അണ്ണ ഒതുങ്ങി പോണ. ഗോ 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 ഗോ. കഴിഞ്ഞില്ലേ? I thought it's over already. നമ്മൾ കയറി പറ്റിയിരിക്കുകയാണ്. ഇന്നലെ രാത്രി കൂരിരുട്ടത്ത് ഈ വഴി കൂടെയാണ് നമ്മൾ പോയത്. ഈ വഴിയിലെ കാഴ്ചകൾ ഇങ്ങനെയൊക്കെയാണെന്ന് നമുക്കിപ്പോഴാണ് മനസ്സിലായത്. കാരണം എന്തെങ്കിലും ഇരുട്ടായിരുന്നല്ലോ, ഒന്നും മനസ്സിലാവില്ലല്ലോ. അപ്പോൾ നമ്മൾ പാരഡൈസ് ബീച്ച് എത്താൻ പോവാണ്. അവിടെ എവിടെയോ പീകോക്ക്, മയിൽ, I can't see anything. ശല്യപ്പെടുത്തണ്ട, നമുക്ക് അതിനധികം ശല്യപ്പെടുത്തണ്ട. വാ പോവാം. അപ്പോൾ നമ്മൾ പീകോക്കിനെ കണ്ടേച്ച് സ്പോട്ട് ചെയ്തിട്ട് നമ്മൾ നേരെ പാരഡൈസ് ബീച്ച് കയറാൻ പോകുന്നു. ലെഫ്റ്റ് ജാവ് ബൈ മങ്കി ഗായ്സ്. വേറൊരു ചേട്ടനും കുടുംബവും
ഇതേ റൂട്ടിൽ കൂടെ തന്നെ പോകുന്നുണ്ട്. അപ്പം അവർക്ക് പിന്നെ കാരണമൊന്നുമില്ല, ഇവിടം വരെ വണ്ടി പോകുന്നു, നമുക്ക് പോയോ. അകത്തൂടെ തരത്തുള്ളൂ, ചേട്ടൻ നേരത്തെ തരത്തില്ല. Energizing before the trek, guys. Trek is very important and hydrating is very important. Hi guys, വെള്ളം കുടിച്ചോ? മധുരമുണ്ട്. മലയാളി ഷീസ്. പണ്ട് കെ കരുണാകരനൊക്കെ കരിക്ക് കുടിച്ചുകൊണ്ടാണ് 90 വയസ്സിലൊക്കെ ജീവിച്ചിരുന്നതെന്നാണ് അഖിൽ സ്റ്റീഫൻ പറയുന്നത്. സത്യത്തിൽ അവന് കെ കരുണാകരൻ ആരാന്ന് പോലും അറിയില്ല ഗൈസ്. ആരാടാ കെ കരുണാകരൻ? മന്ത്രി. ഏത് മന്ത്രി? തമിഴ്നാട്ടിലെ. തമിഴ്നാട്ടിൽ അത് കരുണാനിധിയാണ്. അപ്പം കുടിച്ചിട്ട് പാരഡൈസ് ബീച്ചിൻ്റെ ട്രക്ക് പോകാൻ പോവാണ്. ഏകദേശം 20 മിനിറ്റിൻ്റെ ട്രക്കാണ്. 20 മിനിറ്റ് എന്ന് പറയുമ്പോൾ വലിയ ദൂരമൊന്നും കാണത്തില്ല, 150 മീറ്റർ. വളരെ ചെറിയ ട്രക്കാണ്. ഇതൊന്നും ട്രക്കെന്ന് പോലും വിളിക്കാൻ പറ്റില്ല. വെറും 20 മിനിറ്റ്. അങ്ങനെ നമ്മൾ ഗ്രഹം പോയ ഓർമ്മയുണ്ടോടാ? പിന്നെ എനിക്ക് ഈ വഴി കൂടെ പോകുമ്പോൾ ഗ്രഹം വില്ലേജ് ഓർമ്മ വരിക. അതെന്താ അങ്ങനെ ഓർമ്മ വരാൻ കാരണം? മറ്റേ മരങ്ങൾ പറഞ്ഞൊരു കാട് വഴി പോലത്തെ വഴി ഒന്ന്. അത് മാത്രമല്ല, അതുപോലുള്ള വഴിയിൽ ഞാനിങ്ങനെ വീഡിയോ എടുത്ത് പോകുമ്പോഴാണ് മൂക്കും കുത്തി വീണത്. നോക്കാൻ അതുകൊണ്ടാണ് ഇപ്പോൾ ഞാൻ നേരെ നോക്കി നടന്നിട്ട് എൻ്റെ ക്യാമറ ഉണ്ടാക്കുന്നത്. അപ്പോൾ വീണാലും നീ എന്നെ വീഴുള്ളൂ. പക്ഷെ എൻ്റെ കൂടെ ചിലപ്പോൾ ഫോണും വീഴും. അത് ഫോൺ പൊക്കി പിടിക്കുന്നത്. ഓക്കെ, നമ്മൾ എത്താറായോന്ന് അറിയില്ല. ബീച്ചിൻ്റെ സൗണ്ട് കേൾക്കുന്നുണ്ട്. പക്ഷെ 20 മിനിറ്റ് നടക്കണമെന്നാണല്ലോ പറഞ്ഞത്. 400 മീറ്റർ നമ്മൾ എന്തായാലും നടന്നിട്ടില്ല. ഇനി ഒരു പകുതി ദൂരം കൂടെ ഉണ്ടായിരിക്കും. അവിടെ നീല കളർ നമുക്ക് ബീച്ചിൻ്റെ കാണാൻ പറ്റുന്നുണ്ട് മരങ്ങൾക്കിടയിലൂടെ. ഇപ്പോൾ നമുക്ക് പാരഡൈസ് ബീച്ചിൻ്റെ എൻട്രിയിൽ നിന്നും അകത്തേക്ക് നടന്നു കയറാം. 2 വഴിയുണ്ട്. ഇവിടെ ആട് നിൽപ്പുണ്ട്. അറിയാൻ പറ്റില്ല, ആടിൻ്റെ മൂട് പോലെ ഇരിക്കും. ഇവിടം വരെ വന്നിട്ട് നമ്മൾ കുറച്ച് വെള്ളത്തിലിറങ്ങിയില്ല എങ്ങനെയാണ്. അപ്പോൾ നമുക്ക് കുറച്ച് കടലിലേക്ക് പോകാം. ഫോട്ടോ കാര്യങ്ങളൊക്കെ എടുത്തിട്ട് അടുത്തൊരു കുഞ്ഞു കടയുണ്ട്, അങ്ങോട്ട് കയറാം. നമ്മൾ ഇന്നലെ ബോട്ടിങ്ങിന് വന്നപ്പം ഇവിടെ ബോട്ട് ഇട്ടിട്ട് ഓൾറെഡി നമുക്ക് പാരഡൈസ് ബീച്ചിൽ ആ സൈഡ് കാണിച്ചു തന്നു. ഒരു വെയിൽ കാരണം നമ്മൾ ആ സൈഡിലോട്ട് പോകുന്നില്ല. ജസ്റ്റ് ഇവിടെ നിന്ന് കണ്ടു. ഇവിടെ ഈ സൈഡിൽ നിന്ന് ഫോട്ടോ ഒക്കെ എടുത്ത് ഇനി നമ്മൾ തിരിച്ച് പോവുകയാണ്. അവിടെ നമ്മൾ ഓൾറെഡി ഇന്നലെ കണ്ടതാണ്. ഇറങ്ങാം. ഉണങ്ങാൻ വെച്ച ചെരുപ്പിൻ്റെ അടുത്തേക്ക് ഓടിപ്പോകത്തില്ല. കാലിപ്പള്ളി പോകും. നമ്മൾ വന്നപ്പോൾ ഈ പോവുകയാണ്. അപ്പോൾ നമ്മൾ ഈ ബീച്ചിന് ഇവിടെ പറഞ്ഞ് പോവുകയാണ്. ബൈ ബൈ ബീച്ച്. നമ്മളങ്ങനെ
ഏകദേശം താഴത്തേക്ക് എത്തിക്കഴിഞ്ഞു, ബേസ് ക്യാമ്പിലേക്ക് എത്തിക്കഴിഞ്ഞു. ചിലങ്ക കച്ചി ഓടി ഓടി വായോ താമര കണ്ണാടി ആടി വായോ. നമ്മൾ രാവിലെ കരി കുടിച്ച കട. അപ്പോൾ നമ്മൾ തിരിച്ച് വണ്ടി എടുത്ത് പാരഡൈസ് ബീച്ചിൽ നിന്ന് പുറത്തേക്ക് പോവുകയാണ്. ഇനി നമ്മുടെ ലക്ഷ്യം കുഡ്ലെ ബീച്ച്. ഇനി നമുക്ക് വൈകിട്ട് അവിടെ ജസ്റ്റ് ഫുഡൊക്കെ കഴിച്ച് ചില്ല് ചെയ്ത് അവിടെ തന്നെ ഇരിക്കാം. ഇതുവഴി പോകുമ്പോൾ എന്ത് സുഖം, മരത്തിൻ്റെ നടുക്കൂടെ പോകാൻ. അങ്ങനെ നമ്മൾ സക്സസ്ഫുള്ളായി അതികഠിനകഠോരമായ ഓഫ് റോഡിങ് കുത്തനെയുള്ള കയറ്റങ്ങളെല്ലാം അതിജീവിച്ച് മറിഞ്ഞടിച്ച് വീഴാതെ നമ്മൾ മെയിൻ റോഡിലേക്ക് എത്തിച്ചിരിക്കുകയാണ്. ആ ബോർഡ് കുറച്ച് കൺഫ്യൂസിങ് ആയിരുന്നു. ഇപ്പം നമ്മൾ കുഡ്ലെ ബീച്ചിലേക്ക് എത്തിയിരിക്കുകയാണ്. പാർക്കിംഗ് ഫീ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മളത് മേടിച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടെ വണ്ടി വെക്കണമായിരിക്കും. കുഡ്ലെ ബീച്ചിൻ്റെ അടുത്ത് പാർക്കിങ്ങിൽ വണ്ടി വെച്ചിട്ട് കുഡ്ലെ ബീച്ചിലോട്ട് നടക്കണം. അതും കുറച്ച് നടക്കാനുണ്ടെന്നാണ് കേട്ടത്. എന്നാലും പാരഡൈസ് ബീച്ചിൻ്റെ അത്രയും കാണില്ലെന്ന് വിശ്വസിക്കുന്നു. കണ്ട് ബീച്ച് കണ്ട് 5-6 മിനിറ്റ് നടക്കാനില്ലായിരുന്നല്ലോ. പക്ഷെ ചിലപ്പോൾ എൻട്രൻസിൽ 5-6 മിനിറ്റ് ഉണ്ടോ എന്നറിയില്ല. അപ്പോൾ ബീച്ച് കാണാം. ഇതാണ് കുഡ്ലെ ബീച്ച്. ഇവിടെ കുഡ്ലെ ബീച്ചിൽ കുറേ ഷാക്കും റെസ്റ്റോറൻറ്റ്സും ഒക്കെ ഉണ്ട്. ഒന്നും കാണുന്നില്ലടോ. അപ്പോൾ നമ്മൾ ഈ ഷാക്കിൽ കയറാൻ തീരുമാനിച്ചിരിക്കുകയാണ്. ഇവിടുത്തെ സ്പെഷ്യൽസ് ഇതൊക്കെയാണ്. ഓടാ എന്തോ അവിടെ നിന്നും നേരെ ബീച്ച് വ്യൂ ഉള്ള സീറ്റ് കിട്ടിയിരിക്കുകയാണ്. ഇതാണ് നമ്മുടെ കലമാരി ഫ്രൈ. കലമാരി എന്ന് പറയുമ്പോൾ സ്ക്വിഡ്, കൂന്തൽ, കണവ എന്നിങ്ങനെയൊക്കെ സംസ്ഥാന തലങ്ങളിൽ കേരളത്തിൽ അറിയപ്പെടുന്നു. തിരുവനന്തപുരം ബാങ്കളിൽ ഇതിനെ കണ എന്നും താഴത്ത് കോട്ടയത്തൊക്കെ വരുമ്പോൾ കൂന്തൽ എന്നും അങ്ങനെയൊക്കെയാണ് പറയുന്നത്. ഉരുളക്കിഴങ്ങ് നീയാടാ. കലമാരി ഫ്രൈ കൊള്ളാം. നല്ല ടേസ്റ്റ് ഉണ്ട്. പൊട്ടട്ടോ മറുപടി നീയാടാ. നല്ല പൊരി വെയിലാണ് ഗൈസ്, പൊരി വെയിൽ. നമ്മളിവിടെ ഫുഡ് കഴിച്ചിട്ട് ഇവിടെ കുറച്ച് മണിക്കൂറുകളിരുന്ന് വെയിൽ താന്നിട്ടേ ഇനി ഇറങ്ങുന്നുള്ളൂ എന്നുള്ളതാണ്. കാരണം നമ്മളിപ്പം എല്ലാ ബീച്ചും തന്നെ കവർ ചെയ്ത് കഴിഞ്ഞു അല്ലേ. നമ്മൾ എല്ലാ മെയിൻ ബീച്ചുകളും കവർ ചെയ്ത് കഴിഞ്ഞു. പിന്നെ പ്രത്യേകിച്ച് പരിപാടിയൊന്നുമില്ല. ഇനി ശാന്തിയുടെ സമാധാനം പാതയിൽ ചുമ്മാ ഇരിക്കുക. വീഡിയോ എടുക്കാൻ പറഞ്ഞേ ചിക്കൻ കറിയും ജീര റൈസും. വെറും ചിക്കൻ കറിയല്ല, ചിക്കൻ ദോ പ്യാസ. അപ്പോൾ നമ്മൾ ഇവിടെ നിന്നും ഇറങ്ങുകയാണ്. ശങ്കരിയിലെ കഫേയിൽ നിന്നും നമ്മൾ പുറത്തേക്ക് ഇറങ്ങുകയാണ്. അപ്പോൾ അതായിരുന്നു നമ്മൾ കയറിയ കഫേ. നമ്മളപ്പോൾ ഒന്ന് കുറച്ച് നേരം എന്തായാലും ഇവിടെ വരെ വന്നു, സമയവും ഉണ്ട്, 4:20 ആയതേ ഉള്ളൂ. അപ്പം എങ്ങനെ പോയാലും കുറച്ച് നേരം കടലിൽ കളിച്ചാലോ എന്നുള്ളൊരു ആലോചനയിലാണ്. നമ്മൾ വന്ന സമയത്തെക്കാട്ട് വെയിൽ കുറവ്, ആൾക്കാരൊക്കെ കടലിൽ വന്നത്. അപ്പോൾ നമുക്ക് നേരെ കുറച്ച് നേരം കടലിറങ്ങി കളിച്ചിട്ട് വരാം. കളിച്ചിട്ട് വരാം.
അപ്പോൾ നമ്മൾ കടലിലെ കളികൾ നിർത്തിയിട്ട് നേരെ റൂമിലോട്ട് പോവാണ്. റൂം വെക്കേറ്റ് ചെയ്ത് അന്നേരം സാധനങ്ങളൊക്കെ അവിടുത്തെ ഉണ്ട്. സാധനങ്ങൾ അവിടെ നിന്ന് പോയി ചെക്കൗട്ട് ചെയ്തിട്ട് നമുക്ക് നേരെ പോവാം. എൻ്റെ പുറകിൽ ഏത് നിമിഷവും നമുക്ക് സൺസെറ്റ് കാണാമെന്നുള്ളതാണ് എൻ്റെ ഒരു സംഭവം. കണ്ടോ, ഈ കൂട്ടത്തിൽ കടലിൽ ഇറങ്ങണ്ട എന്ന് പറഞ്ഞത് ഞാനാണ്. ഏറ്റവും അവസാനം ഇറങ്ങിയത് ഞാനാണ്. അവസാനം കടലിൽ നിന്ന് കയറിയത് ഞാനാണ്. അങ്ങനെ നമ്മുടെ ഗോകർണ ട്രിപ്പ് ഇതോടുകൂടി കഴിഞ്ഞിരിക്കുകയാണ്. അവർ ഗോകർണ ട്രിപ്പ് ഈസ് ദി എൻഡ്. അപ്പോൾ നമ്മുടെ ഗോകർണ ട്രിപ്പ് കഴിഞ്ഞിരിക്കുകയാണ്. ഇനി നമുക്ക് എല്ലാവർക്കും റൂമിൽ പോയിട്ട് ഡ്രസ്സ് മാറിയിട്ട് ടാറ്റ പോവാം ബാംഗ്ലൂർ. അപ്പോൾ നമുക്ക് ഇവിടുന്ന് പോവാം. സിനിമാറ്റിക് നല്ല രസമുണ്ട്. നിങ്ങളൊക്കെ ബ്ലറാ, ഞാൻ മാത്രമേ ഉള്ളൂ. ഇതാണ് നമ്മൾ പോയ ഷാക്ക്. പിന്നെ അപ്പുറത്തൊരു മൂൺലൈറ്റ് ഷാക്ക് ഉണ്ടെന്ന്, അത് അത്യാവശ്യം പോപ്പുലറാണ്. പിന്നെ ഇവിടുത്തെ സൺസെറ്റ് കഫേ അത്യാവശ്യം പോപ്പുലറാണെന്ന് തോന്നുന്നു. ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഞാൻ കുറേ കണ്ടിട്ടുണ്ട്. റേറ്റും പരിപാടിയൊന്നും എനിക്കറിയത്തില്ല. നമ്മളിവിടെ നിന്നൊന്നും മേടിച്ചിട്ടില്ല. നമ്മളാകെ ഇവിടെ മാത്രമേ പോയുള്ളൂ. പക്ഷേ നമ്മൾ ജസ്റ്റ് ഒന്ന് സൺസെറ്റ് കഫേയുടെ ഇൻസൈഡ് എന്താ നോക്കാൻ വേണ്ടി വന്നാൽ ഇങ്ങനെയാണ്. ഇതാണ് സൺസെറ്റ് കഫേ. സൺസെറ്റ് ടൈമിൽ വന്നാൽ ഇവിടെ നിന്ന് സൺസെറ്റ് നമുക്ക് കാണാം. പക്ഷേ രാവിലെ വന്നിട്ട് സൺസെറ്റ് കണ്ടെന്ന് കാര്യം പറയുന്നത് ഇതെന്ത്. അപ്പോൾ നമ്മൾ മനസ്സില്ല മനസ്സോടെ ഗോകർണയ്ക്ക് ഇവിടെ പറയുവാനായിട്ട് കുഡ്ലൈ ബീച്ചിൽ നിന്നും ഇവിടെ വാങ്ങുകയാണ്. ഇവിടെ നിന്ന് നേരെ നമ്മൾ സ്റ്റേ ചെയ്ത പ്രോപ്പർട്ടിയിലോട്ട് പോയി അവിടെ നിന്ന് ഫ്രഷായിട്ട് ബാഗെല്ലാം എടുത്ത് നേരെ യാത്രയാവുകയാണ് ബാംഗ്ലൂർക്ക്. ഇനിയും വരില്ലേ ഇതുവഴി കടലിൽ കളിക്കുവാൻ എന്ന് ചോദിച്ചുകൊണ്ട് കുഡ്ലൈ ബീച്ച് ഞങ്ങളിവിടെ പറയുകയാണ്. എല്ലാവരും തന്നെ ഒരു ബീച്ചിലോട്ടൊക്കെ വരുമ്പോൾ എന്തായാലും ഒരു പ്ലാസ്റ്റിക് കവർ കയ്യിലെടുക്കും. അത് മാൻഡേറ്ററി ആണ്. കാരണം അത് കുറച്ചെങ്കിലും വിവരം ഉണ്ടെങ്കിൽ നമ്മളെല്ലാവരും എടുക്കുന്ന ഒരു കാര്യമാണ്. പക്ഷേ ആ മണ്ണത്തിൽ ഞങ്ങൾ കാണിച്ചില്ല. ഞങ്ങളുടെ കയ്യിൽ കവറൊന്നും ഇല്ല. ഇനി ഇത് നനഞ്ഞൊക്കെ ഇട്ടുകൊണ്ട് തന്നെ പോവുകയാണ് നമ്മൾ. അപ്പോൾ എപ്പോഴും ഒരു കവർ വെക്കണം കേട്ടോ. അതാണ് എനിക്ക് പറയാനുള്ളത്. എന്നാൽ മാത്രമേ നമ്മുടെ നാട് നന്നാവുകയുള്ളൂ. നാട് നന്നായാലും നമ്മൾ നന്നാവുള്ളൂ. അപ്പോൾ നമ്മൾ തിരിച്ച് ഇവിടെ നിന്നും വന്ന വഴി വണ്ടിയുടെ അടുത്തേക്ക് പോവുകയാണ്. ഇത് വണ്ടി വെച്ച പോയിൻ്റിൽ നിന്ന് വലിയ ദൂരമേ ഇല്ല. കുറച്ച് സ്റ്റെപ്പ് കയറുമ്പോൾ തന്നെ നമ്മൾ വണ്ടി വെച്ച സ്ഥലത്തേക്ക് എത്തും. അപ്പോൾ നമ്മൾ മാപ്പ് നോക്കി ഗോകർണ ടൗൺ കഴിഞ്ഞിട്ടാണ് നമ്മുടെ റൂം. ഗോകർണ ടൗൺ ഇവിടെ നിന്ന് ഏകദേശം 5 കിലോമീറ്റർ ഉണ്ട്. ഇപ്പോൾ ജസ്റ്റ് ഹെൽമെറ്റിൻ്റെ ഒരു ചെക്കിങ് ഉണ്ടായിരുന്നു. പോലീസ് ഉണ്ടായിരുന്നു. ഇതുവരെ വന്നിട്ട് ആകെ ചെക്കിങ് നിൽക്കുന്നത് കണ്ടത് ഇപ്പം മാത്രമാണ്. കുഡ്ലൈ ബീച്ചിൽ നേരെ ഗോകർണ ടൗണിലോട്ട് പോകുന്ന വഴി. നമ്മളപ്പോൾ വീണ്ടും റൂമിൻ്റെ അങ്ങോട്ട് പോവാതെ മാർക്കറ്റ് സൈഡിലോട്ട് വന്നു. അവിടെ നേരെ പോയി മഹാബലേശ്വർ ടെമ്പിൾ, ഭയങ്കര ഫേമസ് ടെമ്പിൾ, അവിടുത്തെ കുറച്ച് വീഡിയോ ഒക്കെ എടുത്ത് അമ്പലത്തിൻ്റെ കുറച്ച് വിഷ്വൽസ് എടുത്തിട്ട് നമുക്ക് പോവാം. നമ്മൾ ഇന്നലെ കണ്ട ആ രഥത്തിൻ്റെ അടുത്തുള്ള അമ്പലം തന്നെ. പക്ഷെ അമ്പലം നമുക്ക് നേരെ ക്യാപ്ചർ ചെയ്യാൻ പറ്റില്ല. സോ ജസ്റ്റ് ഒന്ന് ക്യാപ്ചർ ചെയ്യാം. ഇന്നലെ നമ്മൾ ഇതേ വഴികളിലാണ് മെയിൻ ബീച്ച് പോകാനായിട്ടൊക്കെ കറങ്ങി വഴിതെറ്റി ചുറ്റിയൊക്കെ പോയത്. ഇതാണ് അമ്പലം. ഇതാണ് ഗോകർണ മഹാബലേശ്വർ ടെമ്പിൾ. അത്യാവശ്യം തിരക്കുണ്ടെന്ന് പറയുന്നത്. പക്ഷേ അത് പഴയ ബോർഡ് വല്ലതായിരുന്നു. ആൾക്കാരൊക്കെ കയറുന്നില്ല. അപ്പോൾ നമുക്ക് ഭാഗ്യത്തിന് ഇതുവഴി തന്നെ തിരിച്ച് റൂമിലോട്ട് പോകാൻ വഴിയുള്ളതുകൊണ്ട് നമ്മൾ നേരെ ഇതുവഴി പോവാണ്. അമ്പലം കണ്ടെങ്കിലും അതായിരുന്നു മഹാബലേശ്വർ ടെമ്പിൾ എന്ന് എനിക്ക് അറിയത്തില്ലായിരുന്നു ഇന്നലെ കണ്ടത്. അതിൻ്റെ നേരെ മുമ്പിൽ തന്നെയാണ് നമ്മൾ ഇന്നലെ പോയ മെയിൻ ബീച്ച്. നമുക്കിവിടെ നിന്ന് റൈറ്റ് കട്ടി എന്തെങ്കിലും റൂമിലോട്ട് പോകാം. വൺസ് അഗെയിൻ മെയിൻ ബീച്ച്. നമ്മളങ്ങോട്ട് പോകുന്നില്ല, തിരിച്ച് റൂമിലോട്ട്. പച്ച
നിറമുള്ള പച്ച വെള്ളമുള്ള ഏതോ ഒരു കുളം. നമുക്ക് തിരിച്ച് റൂമിലോട്ട് നടക്കാം. റൂമൊക്കെ വെക്കേറ്റ് ചെയ്തു, പക്ഷേ എന്നാലും അവിടെ പുറത്തൊരു കോമൺ വാഷ്റൂം ഉണ്ട്. നമുക്ക് അവിടെ നിന്ന് ഫ്രഷായി ബാഗിലെടുത്ത് പോവാം. നമ്മുടെ കൂടെയുള്ള 2 വനിതാ ജനങ്ങൾ അവർ ഓൾറെഡി തന്നെ പുറപ്പെട്ട് കഴിഞ്ഞു. അപ്പോൾ നമുക്ക് വലിയ താമസമില്ലാതെ നമുക്ക് നമ്മുടെ വഴി അവർക്ക് അവരുടെ വഴി, അങ്ങനെ എല്ലാവരും ബാംഗ്ലൂർക്ക് തന്നെയാണ്. അപ്പോൾ നമുക്കിനി എല്ലാം ചടപടയെ നോക്കിയിട്ട് നേരെ പെട്ടെന്നല്ല 8 മണിക്കാണ് ബസ്. സമയമുണ്ട്. ഇപ്പോൾ നമുക്ക് 6:30 ആയതേ ഉള്ളൂ. അപ്പോൾ നമ്മൾ സമയം 7:20 ആയി. ഇവിടെ നിന്ന് പതുക്കെ ഇറങ്ങുവാണ് പുറത്തേക്ക്. നമ്മുടെ ഓട്ടോ ഇപ്പോൾ വരും. എന്നിട്ട് നമ്മൾ നേരെ ബസ് കയറാൻ പോകുന്നു. 8 മണിക്കാണ് ബസ്. ഏടെ തൊട്ടപ്പുറം തന്നെ ഒരു കഫേ കണ്ടായിരുന്നു. കഫേ ലഗൂൺ കഫേ എന്ന് പറഞ്ഞുകൊണ്ട്. അപ്പോൾ ഓട്ടോ വരുന്നവരെ നമുക്കൊരു 10-15 മിനിറ്റ് നമുക്ക് ഇവിടെ കുറച്ച് നേരം നിൽക്കാം. നമുക്ക് ഈ ഒരു കോഫിയും കൂടെ കുടിച്ച് നമ്മൾ ഇറങ്ങുന്നതാണ്. അപ്പോൾ എല്ലാവരും നമ്മൾ ബീച്ചിൽ പോകുന്ന സമയത്ത് ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. പാറയുടെ മേലൊന്നും വലിഞ്ഞ് കയറരുത്, വെള്ളമായിരിക്കും. അപ്പോൾ നമ്മൾ തെന്നി അടിച്ച് വീണ് കഴിഞ്ഞാൽ കൈയൊക്കെ മുറിയും, തൊലി പോകും. അപ്പം ഫസ്റ്റ് എയ്ഡ് കിറ്റ് എല്ലാവരും കൈ കരുതണം. ഓക്കെ, എനിക്കതേ പറയുള്ളൂ. അപ്പോൾ നമ്മൾ പെട്ടെന്ന് കുടിച്ചിട്ട് ഓട്ടോ തരാൻ പോകും. അതിമനോഹര ശാന്തമായ ഗോകർണമേ നിനക്ക് വിട. അപ്പം നമ്മൾ എല്ലാം കഴിഞ്ഞ് ഓട്ടോയിൽ കയറുന്നത് ബസ് സ്റ്റാൻഡിലേക്ക്. നമ്മൾ ബസ് സ്റ്റാൻഡിൽ എത്തിയിരിക്കുകയാണ്. നമ്മൾ 10 മിനിറ്റ് മുമ്പ് എത്തിയിരിക്കുകയാണ്. നമുക്ക് പോകാനുള്ള ബസ് നമ്മൾ 10 മിനിറ്റ് മുമ്പ് എത്തി. ഇനി ആ കവർ ഇരിക്കുന്നത് മൊത്തം നനഞ്ഞ തുണികളാണ്. സ്റ്റാൻഡിൽ രാത്രി കഴിക്കാൻ നിർത്തി നമ്മൾ ഒരു മീൽസ് ഒരു സെറ്റ് മാംഗ്ലൂർ ബണ്ണും വാങ്ങാം. നമ്മളിത് രണ്ടും കൂടെ ഹാഫ് അടിക്കുള്ള നമ്മൾ തിരിച്ച് ബസ്സിലേക്ക് കയറുകയാണ്. അങ്ങനെ വണ്ടി എടുത്തു. അങ്ങനെ 2 ദിവസത്തെ ഗോകർണ യാത്ര വിജയകരമായി പൂർത്തീകരിച്ചിരിക്കുന്നു. ഇപ്പോൾ സമയം രാവിലെ 6:45. നമ്മൾ രാവിലെ ബാംഗ്ലൂർ എത്തിയിരിക്കുകയാണ്. എവിടെ തുടങ്ങിയ മത്സരിക്കൽക്കൊക്കെ നമ്മൾ അവസാനിച്ചിരിക്കുകയാണ്. അപ്പോൾ ഇനി വീണ്ടും വീട്ടിൽ പോയി ഫ്രഷായി നേരെ ഓഫീസിലേക്ക് പോകാനുള്ള പരിപാടികൾ നോക്കാം. അങ്ങനെ ഓഫീസിൽ വന്ന് ലഞ്ചിന് ടൈം ആയിരിക്കുകയാണ്. നമുക്കിനി ലഞ്ചിന് അവിടെ പോകാൻ നോക്കാം. അർജുനേട്ടാ, ജോയ് പറഞ്ഞു നമുക്ക് എയർലൈൻസിൽ പോകണം. അപ്പോൾ നമുക്ക് എയർലൈൻസിൽ പോയാലോ? എയർലൈൻസിൽ പോകുമ്പോൾ കാണാം. ബാംഗ്ലൂരിലെ ഫേമസ് ആയ എയർലൈൻസ് ഹോട്ടൽ അറിയുന്ന പറഞ്ഞ. അപ്പോൾ എയർലൈൻസ് കൺഫേം. ലിഫ്റ്റ് മുകളിലോട്ട് നമുക്ക് താഴെ വന്നിട്ട് പോവാം. മനോ, എയർലൈൻസ് പോലെ വാ. അപ്പോൾ നമ്മൾ UB സിറ്റിയിൽ നിന്ന് ഞങ്ങളുടെ ഓഫീസിൽ നിന്ന് ഇറങ്ങി നേരെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ് എയർലൈൻസ് ഹോട്ടലിലേക്ക്. ഇവിടെ നടക്കാനുള്ള ദൂരമേ ഉള്ളൂ. എയർലൈൻസ് വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു ഹോട്ടലാണ്. നല്ല തിരക്കാണ്. റേറ്റിന് വലിയ കുറവൊന്നുമില്ല, എന്നാലും കുഴപ്പമില്ല. ഇതാ നമ്മൾ നടന്നെത്തുകയാണ് എയർലൈൻസ് ഹോട്ടലിലേക്ക്. നമുക്ക് തൂങ്ങിക്കിടക്കുന്ന ആൽമരം കാണാൻ പറ്റും. വേറെ കോർണർ ഹൗസ് ഉണ്ട്, ബാംഗ്ലൂരിൻ്റെ പ്രശസ്തമായ കോർണർ ഹൗസ്. ഒറ്റയ്ക്കലി ഇരുന്ന് തിന്നണമെങ്കിൽ നമുക്ക് പുറത്ത് സ്ഥലമുണ്ട്, പക്ഷേ അവിടെ ഓർഡർ ടൈം കുറേ എടുക്കുന്നുണ്ട്. നമുക്ക് അകത്തോട്ട് കയറി നിന്ന് കഴിക്കാം. എന്തെങ്കിലും ഫുഡൊന്നാണല്ലോ. നമ്മൾ 3-4 പേര് സൗത്ത് ഇന്ത്യൻ മീൽസും ഒരാൾ മാത്രം ദോശയും. അപ്പോൾ ദോശ വന്നിരിക്കുകയാണ്. പിന്നെ മീൽസിൽ ചെറിയ പൂരിയുണ്ട്, കുറച്ച് കേർഡ് റൈസ് ഉണ്ട്, ചോറുണ്ട്, പപ്പടമുണ്ട്, കുറേ കറികളുണ്ട്, സ്വീറ്റുണ്ട്, മോരുണ്ട്, സാമ്പാറുണ്ട്, അച്ചാറുണ്ട്, എന്തോ തോന്നുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് ഇവിടുത്തെ സൗത്ത് ഇന്ത്യൻ മീൽസ്. ഞാൻ ഫുഡ് കഴിക്കും. സാമ്പാറിന് കുഴച്ചിങ്ങനെ ഇട്ട് ഇനി നമുക്ക് കുറച്ച് പൊങ്കൽ കഴിക്കാം. പൊങ്കൽ. അടുത്തതായി കേർഡ് റൈസ്, തൈര് സാധനം. അവസാനം കുറച്ച് കേസരി. ഓവർ മധുരമൊന്നുമില്ല, അല്ല. വെൺപൊങ്കൽ ഇഷ്ടമായില്ല. ആരെയാ? പൊങ്കൽ പൊങ്കൽ എനിക്ക് അത്ര ഇല്ല. ഇഷ്ടപ്പെട്ട കഴിക്കുന്നു.
അപ്പോൾ വെച്ചിട്ടുണ്ട്. ഊണ് കഴിഞ്ഞാൽ കേമായിട്ടൊരു സംഭാരം. അതോ നമ്മളൊക്കെ കഴിച്ച് കഴിഞ്ഞു. പോയി കൈ കഴുകുക. 100 രൂപയ്ക്ക് വളരെ വർത്തായിട്ടുള്ള അല്ലേ? അതെ നമ്മൾ 2 ചായ മേടിച്ച് 2/4 ആക്കി കുടിക്കുകയാണ്. മൃഷ്ടാന ഭോജനം കഴിഞ്ഞ് എല്ലാവരും ഓഫീസിലേക്ക് പോകാൻ പോവുകയാണ്. അതോടെ എയർലൈൻസ് ഹോട്ടലിൻ്റെ ദൃശ്യാവിഷ്കാരം ഇവിടെ കഴിഞ്ഞിരിക്കുന്നു.